അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ സുഹൃത്തുക്കളെ, ഈ അടുത്ത് കൂട്ടായിൽ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഒരു കറുത്ത പുതപ്പും പുതച്ച് വ്യാജ ഷെയ്ഖ് ഖുർആനിൻ്റെ ആയത്ത് ഓതിയിട്ട് പ്രസംഗിക്കുന്നതൊന്ന് കേട്ടു നോക്കി. നമ്മൾ വിചാരിക്കും ഖുർആൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഖുർആൻ്റെ അകത്തുള്ള സൂറത്തുകളും ആയത്തുകളും ഒക്കെ എടുക്കുമ്പം ഇതൊരു തെറി സൂറത്താന്ന് പറയേണ്ടി വരും. സൂറത്തിന്റെ ശൈലിയും ഭാഷയും ഒക്കെ കണ്ടാൽ ഈ സൂറത്ത് ഒരു തെറി സൂറത്താണ്. അതാണ് തെറിയായ സൂറത്തല്ല, ആരോ ചീത്ത പറയുന്ന സൂറത്തല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അത് പറയേണ്ടടുത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുറവാക്കിയപ്പോൾ ഹബീബരായ തങ്ങളെ കുറവാക്കിയുള്ള സംസാരത്തിനെയാണ് അല്ലാഹു അതികഠിനമായി പഠിപ്പിച്ചു തരികയാണ്. ആ ഭാഗം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇതേ ആയത്ത് ഓതിയിട്ട് ഈ കുരുവട്ടൂരുകളുടെ ആലയത്തിൽ ഇദ്ദേഹം പറയുന്നു അള്ളാഹ് ഖുർആനിൽ ചീത്ത പറയുന്ന ആയത്താണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു. എന്താണ് പറയേണ്ടത്? ഏതാണ് ദീന്? ഒരു പിടുത്തവും ഇല്ല. വ്യാജന്മാരിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കേട്ടോക്കി. അള്ളാന്റെ റസൂലിനെ നിന്ദിച്ചിട്ട് അബൂ ലഹബ് സംസാരിച്ച് ഓനെന്തോ പറഞ്ഞുകൂടട്ടെ, നമ്മളിപ്പോ അത് നോക്കണ്ട. നമ്മളിപ്പോ എന്തിനാ ഒരാളെ കുറ്റം പറയണതെന്ന് അള്ളാഹ്ക്കും വിചാരിച്ചുകൂടെ? ഞാൻ എന്തായാലും ഒരു അള്ളയൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാനിപ്പോ ഒരാളങ്ങനെ ചീത്തൊന്നും പറയരുത്, അള്ളാന്നുള്ള സ്ഥാനത്ത് ഞാൻ ഇരിക്കണ്ടേ എന്നും വിചാരിച്ചിട്ട് അള്ളാഹ്ക്കും ഉണ്ടാവുന്നൂടെ? അള്ളാന്റെ റസൂലിനെ പറഞ്ഞപ്പം ആടെ റസൂലുള്ളാഹിനെ പറഞ്ഞപ്പം അള്ള ഇടപെടണേ കണ്ടങ്ങള്. ഓനെ മാത്രല്ല, ഓന്റെ കുടുംബത്തിനെ അടക്കി അള്ള കൊടുക്കണേ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഓൻ ഒരൊട്ടേ പറഞ്ഞുള്ളൂ, അല്ല ഈ തബ്ബോണ്ട് ആ സൂറത്ത് അടക്കി തബ്ബത്താക്കി പോയി. ഒരു സൂറത്ത് തന്നെ ആട്ട് ഇറങ്ങ. ഇതാരാ റസൂലുള്ളാഹിനെ നിന്ദിച്ചപ്പം അല്ല പറയണ ചീത്ത കണ്ടങ്ങള് പറയന്നെയും. കാരണം അള്ളാഹിന്റെ റസൂലിനെയാണ് കുറവാക്കി പറഞ്ഞത്. ഓനാണ് കുറവാക്കലാണ് റസൂലിനോടുള്ള ഇഷ്ടം. നേരത്തെ പറഞ്ഞത് ഇത് കണ്ടില്ലേ? ഇപ്പോൾ ഖുർആനിലൂടെ അള്ളാഹ് ചീത്ത പറയുന്നുണ്ട്. നേരത്തെ എന്താ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? ഇങ്ങനെ ഇസ്ലാമിൻ്റെ കള്ള നാണയങ്ങളായ ഔലിയാക്കൾ വരും, ആലിമീങ്ങളെ വേഷം കെട്ടിയിട്ട്. അതിനെപ്പറ്റി തെറിയൂർക്കാരൻ കുഞ്ഞായ്മ തന്നെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ പറ്റി. അതൊന്ന് കേട്ടോക്കിനി. റബ്ബിനോട് കാവല് ചോദിക്കേണ്ട ഒരു ഘട്ടമാണ്. മൊയ്ലിയേക്കന്മാരെ കോലം കെട്ടിയിട്ട് പിശാച് പ്രത്യക്ഷപ്പെടുന്ന കാലം. റബ്ബേ റഹീമേ കാക്കണേ മന്നാനേ. ഇബ്ലീസ് മുസ്ലിയാരായ കാലമിതാണേ. മൊയ്ലിയമാരെ കോലത്തിൽ ഇബ്ലീസ് വരുന്ന കാലം, പിശാചുവാദികൾ കടന്നു വരുന്ന കാലം. അപ്പോൾ ഇയാള് പറഞ്ഞത് ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം. ഇനി വേറെ ഒരാളുണ്ട്, മറ്റുള്ള പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത വേഗം വരും. അദ്ദേഹം ഈ അടുത്ത് രാഷ്ട്രീയക്കാരെയും എം പിമാരെയും എം എൽ എമാരെയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വളരെ മോശമാക്കി അവരെ ജീവിതത്തിലെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് കടന്ന് സംസാരിച്ചപ്പോൾ അതിനെ നന്നാക്കാൻ വേണ്ടി ഒരു ചങ്ങായി വന്ന് പ്രസംഗിച്ചു. ഒരു മൂല്യരനെ. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മാതാവിന് ആയിഷ ഉമ്മയേക്കാൾ മഹത്വവൽക്കരിച്ചിട്ട് പ്രസംഗിക്കന്നെ. കേട്ടു നമുക്ക് എന്തെല്ലാനാണ് ദുനിയാവിൽ നടക്കുന്നത്. സിപിഐഎമ്മിന് മുന്നറിയിപ്പുമായി നാസർ ഫൈസി കൂടത്തായി. പണ്ഡിതന്മാർക്കെതിരെ അസഭ്യം പറഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് ചരിത്രപരമായ വസ്തുത. എംഎസിനെ നദ്വി അധിക്ഷേപിച്ചിട്ടില്ലെന്നും നാസർ ഫൈസി കൂടത്തായി. ചട്ടുകമായി കൊണ്ട് പണ്ഡിതന്മാർക്കെതിരെ അസഭ്യം പറയാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തൽക്കാലം സുന്നി പട എനിക്ക് മനസ്സില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. എന്തെങ്കിലും വിളിച്ചു പറയാ. ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? EMS നമ്പൂതിരിപ്പാടിന്റെ മാതാവിനെ ആയിഷ റളിയല്ലാഹു അൻഹയോളം മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് ആയിഷ ബിബി കല്യാണം കഴിച്ചത് ബാലവിവാഹമാണെങ്കിൽ, പ്രവാചകൻ കഴിച്ചത് ബാലവിവാഹമാണെങ്കിൽ അത് തെറ്റല്ല. ഏതുപോലെ EMSന്റെ മാതാവിനെ 11ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത് പോലെ തെറ്റല്ല എന്ന് പറയുക വഴി CPM-നെ ബഹുമാനിച്ചതാണ്. അപ്പം രാഷ്ട്രീയത്തിന് വേണ്ടി ആയിഷ ഉമ്മയേക്കാൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അമ്മയെ മഹത്വവൽക്കരിക്കുക. ഇങ്ങനെ ദീനിൽ ധാരാളം ദജ്ജാലൂന കദ്ദാബൂനായ ആൾക്കാർ വരുമെന്നാണ്
മുത്തുനബി പറഞ്ഞത് അത് ശരിയായിരിക്കുന്നു ഇവരെ തൊട്ട് എന്നാണോ തോന്നിപ്പോകും നമുക്ക്. അസ്സലാമു അലൈക്കും.